ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി വീഡിയോ അല്ല. ഇന്ന് നമ്മൾ വേൾഡിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബുർജ് അൽ അറബ് കാണാൻ വേണ്ടി പോവുകയാണ്. ബുർജ് അൽ അറബ് ശരിക്കും 7 സ്റ്റാർ ഹോട്ടലാണോ അതോ 5 സ്റ്റാർ ഹോട്ടലാണോ? ഒരു BBC ജേർണലിസ്റ്റ് ബുർജ് അൽ അറബ് വിസിറ്റ് ചെയ്ത സമയത്ത് ബുർജ് അൽ അറബിന്റെ ലക്ഷറി ഫീലും ഫെസിലിറ്റീസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ബുർജ് അൽ അറബ് വെറും ഒരു 5 സ്റ്റാർ ഹോട്ടലല്ല, ഇതൊരു 7 സ്റ്റാർ ഹോട്ടലാണ് എന്ന്. അങ്ങനെയാണ് ബുർജ് അൽ അറബിന് ഈ ഒരു 7 സ്റ്റാർ എന്ന് പറഞ്ഞ ടാഗ് ലൈൻ വീണത്. സത്യം പറഞ്ഞ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പാലസിലേക്ക് കയറിയ ഒരു ഫീലാണ്. ഇതിന്റെ റിസപ്ഷൻ ഏരിയ കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 24 കാരറ്റ് ഗോൾഡ് കൊണ്ടാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഈ ബുർജ് അൽ അറബിലുള്ള 27th ഫ്ലോറിലുള്ള സ്കൈ വ്യൂ റെസ്റ്റോറൻറ്റിലേക്കാണ്. സ്കൈ വ്യൂ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. ലിഫ്റ്റ് ഇറങ്ങി കയറി ചെല്ലുന്നത് എന്നതാ ഈ ഒരു സ്ഥലത്താണ്. നല്ല ഭംഗിയില്ലേ ഈ ഒരു എൻട്രൻസ് കാണാൻ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തി. നമ്മൾക്ക് അവർ ഫസ്റ്റ് തന്നെ സെർവ് ചെയ്തത് ആപ്പിൾ ജ്യൂസ് വിത്ത് ഗോൾഡ് ലീഫാണ്. ഇതിനകത്ത് ഗോൾഡ് ലീഫ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ സെർവ് ചെയ്തത് വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കേവിയർ എന്ന് പറയുന്ന ഫിഷ് എഗിൻ്റെ ഒരു സ്റ്റാർട്ടറാണ്. പിന്നെ അവർ സെർവ് ചെയ്തത് ചീസ് ക്രാബ്, സുക്കിനി ആൻഡ് ചീസ് കാനലെ സേവറീസ് ആണ്. ഈ ചീസ് കാനലെ 3 വർഷം പഴക്കമുള്ള ചീസാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മോൾഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എക്സ്പെൻസീവുമാണ്. പിന്നെ അവർ കൊണ്ടുവച്ചത് ഈ ബുർജ് അൽ അറബിന്റെ തന്നെ ഷേപ്പിലുള്ള കേക്ക് സ്റ്റാൻഡാണ്. അതിലും ഒരുപാട് ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞ പാറ്റിസറീസും ഉണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ടേസ്റ്റിനേക്കാൾ ഉപരി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പിസ്താഷ്യോ റാസ്ബെറി കുക്കീസാണ്. റാസ്ബെറിയുടെ ആ ഒരു പുളിയും പിസ്താഷ്യോൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സും എല്ലാം കൂടി ദിസ് ഈസ് ദ ബെസ്റ്റ്. സത്യം പറഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്ന ജേണിയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാലും യാതൊരു തെറ്റുമില്ല.